നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എത്രത്തോളം വിജയകരമാകുന്നത് എന്തിനെ അപേക്ഷിച്ചാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഒരു കാര്യത്തിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ഒരു കാര്യത്തിൻ്റെ വിജയം, അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മൾ എത്രത്തോളം ആ കാര്യത്തിന് കൊടുക്കുന്നു എന്നുള്ളതിനാണ്. ഞാനൊരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു രാജകൊട്ടാരത്തിൽ ഒരു എലി ഭയങ്കര ശല്യമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നശിപ്പിച്ച് കളയായിരുന്നു. അങ്ങനെ രാജാവ് ഉത്തരവിട്ടു ഈ എലിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാജകൊട്ടാരത്തിൽ ഒത്തിരി പൂച്ചകളുണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വലിയ വലിയ ആളുകളുടെ പൂച്ചകളെല്ലാം കൊണ്ടുവന്നു. എന്നിട്ടൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, ഈ എലിയെ ഈ പൂച്ചകൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു സാധാരണ ജോലിക്കാരൻ തൻ്റെ വീട്ടിലെ പൂച്ചയെ കൊണ്ടുവന്ന് അവിടെ വിട്ടു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പൂച്ച എന്ത് ചെയ്തു, ഈ എലിയെ പിടിച്ചു. അപ്പോൾ രാജാവ് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും പൂച്ചകൾ ഇവിടെ കൊണ്ടുവന്നിട്ടും അത് എലിയെ പിടിച്ചില്ല, എങ്ങനെയാണ് നിൻ്റെ പൂച്ച ഈ എലിയെ പെട്ടെന്ന് പിടിക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൂച്ച വളരെയധികം വിശപ്പിലായിരുന്നു, അതുകൊണ്ടാണ് ആ പൂച്ച പെട്ടെന്ന് തന്നെ ആ എലിയെ പിടിച്ചത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും തോറും അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നു, എത്രത്തോളം അതിനെ നമ്മൾ എത്രത്തോളം അതിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നമ്മൾ എന്താണ് അതിൻ്റെ പർപ്പസ് എന്നതിനൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ആ കാര്യത്തിൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഏത് തീരുമാനങ്ങൾ എടുക്കുന്നുവോ ആ തീരുമാനങ്ങളെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് ബൈ.